നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഹൊക്കനക്കൽ കാണാൻ പോവാം. സൂര്യ വണ്ടിയൊക്കെ കൊണ്ട് തിരിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ഇതേലായിരിക്കും അല്ലേ? ഇന്ന് സൂര്യ ഇതേലായിരിക്കും. ആ അതെന്റെ വരുന്നുണ്ട്. മാറുന്നോ എങ്ങനുണ്ട്? കുഴപ്പമില്ലേ? കൊള്ളാവോ? അല്ലല്ല, നീ രണ്ടുപേരും കൂടെ അതും കൊണ്ട് പോരല്ലേ? അതെ. ആ, നിങ്ങൾ രണ്ടുപേരും അതും കൊണ്ട് പോരും, ഞങ്ങൾ ഇതും കൊണ്ട് പോക്കോളാം. ഡ്രൈവറും കോ ഡ്രൈവറൂടെ വണ്ടി എടുത്തോ, ഞങ്ങള് പുറകെ വന്നേക്കാം. അല്ല, കോ ഡ്രൈവർമാർ രണ്ടുപേരും കൂടെ വണ്ടിയും കൊണ്ട് വന്നാൽ മതി. അല്ലല്ല, മെയിൻ ഡ്രൈവർ വേണം, കോ ഡ്രൈവർമാർ തന്നെ കൊടുത്തിടാൻ പാടില്ല, മെയിൻ ഡ്രൈവർ വേണം വണ്ടിയിൽ. എന്നാ എടുത്തോ വേഗം, സമയം കളയണ്ട. ഇതണ്ട ആ സ്പീഡ് ബ്രേക്കർ അവിടെ വെച്ചേക്കുന്നുണ്ടേ. സ്പീഡ് ബ്രേക്കറല്ല, അവിടെ പിന്നെ അപ്പുറം ജംഗ്ഷൻ ഉള്ളതുകൊണ്ടേ ഈ ബാരിക്കേഡ് വെച്ചേക്കുന്നു. നോക്കി എന്നാ തിരക്ക് പുറകോട്ടൊന്ന് നോക്കി വണ്ടി. അതിന്റെ ബ്ലോക്കാ ഇതല്ലേ. ഇവിടെ ഒന്ന് ഒരു ലൈൻ ആക്കി വിടുക, അവിടെ ഒരു ക്രോസിംഗ് ഉള്ളതുകൊണ്ട്. എന്നാ തിരക്കാന്ന്. അത് എപ്പോഴും അതെ, ഇന്നലെ രാത്രി എല്ലാം അതായിരുന്നു. ധർമ്മപുരി ടൗണിലേക്കുള്ള വഴി അത് അല്ലേ? ഹൊക്കനക്കൽ മുന്നേന്ന് റൈറ്റിലേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ അപ്പൊ നോക്കിയാണ് കേട്ടോ. പിന്നെ രണ്ട് സൈഡും ഹൈവേയുടെ രണ്ട് സൈഡും കൃഷി സ്ഥലങ്ങളാണ്. നമ്മൾ എങ്ങോട്ട് പോയാലുമേ കേരളം വിട്ട് എങ്ങോട്ട് പോകുന്നിടത്തും രണ്ട് സ്ഥലവും കൃഷി സ്ഥലങ്ങളാണ്. ടൗൺ അല്ലാത്ത സ്ഥലങ്ങളെല്ലാം കൃഷിയാണ്. ആ അല്ല, ഹൊക്കനക്കൽ കാണാൻ ഇങ്ങനെ പോകുന്നവര് നമ്മളെ കാണുള്ളൂ അല്ലേ? കൊണ്ടൊക്കെ. അതെ അതെ. അല്ല നമ്മളെവിടെയും ലോറി കൊണ്ടാണല്ലോ പോകുന്നത്. വണ്ടിയുടെ ടയർ പഞ്ചറായി. ഇതണ്ടേ ഹൊക്കനക്കൽ 43 കിലോമീറ്റർ ലെഫ്റ്റിലേക്കല്ല, ആ പാലത്തിനടുത്ത് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിപ്പം ധർമ്മപുരിയിൽ നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. ഈ ഹൈവേയുടെ എല്ലാ സ്ഥലത്തു നിന്നും പോകാം. ഇതേ കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ തൊട്ട് ഭവാനിയിൽ നിന്ന് തിരിഞ്ഞു പോകാം. നമ്മളിപ്പോൾ ഇവിടുന്ന് വരുമ്പം ഒസൂരിൽ നിന്ന് പോയായിരുന്നു, കൃഷ്ണഗിരിയിൽ നിന്ന് പോയായിരുന്നു. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 30 കിലോമീറ്റർ 40 കിലോമീറ്റർ പോയാൽ ഹൊക്കനക്കല്ല ഈ ഹൈവേ നിന്ന്. ഞാൻ അവിടുന്ന് വരുമ്പോഴാണ് നമ്മൾ ഭവാനിയിൽ നിന്ന് കയറിപ്പോകും. കോയമ്പത്തൂരിൽ നിന്ന് വരികയാണ്. ഒത്തിരി വഴികളുണ്ട്. വഴി നല്ല വഴിയാണെന്ന് തോന്നുന്നല്ലേ? അങ്ങോട്ടും നല്ല വഴിയായിരിക്കും. ഞാൻ പോയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് പോവാ. രാജേഷ് ബ്രോയോട് ചോദിച്ചില്ല. അങ്ങോട്ടെ നല്ല വഴിയാ, 4 ലൈൻ മൊത്തം. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയത്തില്ല കേട്ടോ. നല്ല വഴിയാന്നാ എനിക്ക് തോന്നുന്നത്. ഇവിടെ അമ്പലം ഉണ്ടെന്ന് തോന്നല്ലേ? അതൊരു ക്ഷേത്രം. ആ അതെ അതെ. രാമക്കുട്ടിക്ക് ഇതേലിരിക്കുന്ന ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. 4 ലൈൻ പെട്ടെന്ന് തന്നെ മാറി. കിലോമീറ്റർ കൂടുകയാണോ? ഇവിടുന്ന് 40. അപ്പൊ ഇങ്ങോട്ട് 4 ലൈൻ ആയിട്ടില്ല. അതുകൊണ്ട് പുളിമരങ്ങളൊക്കെ നിൽപ്പുണ്ട്. നല്ല രസമല്ലേ? ആർച്ച് അതെ. വാഴക്കൊല ഉണ്ടോ? ഇവിടെ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചിപ്സ് കമ്പനിയാ കേട്ടോ. നമ്മുടെ ഇവിടുത്തെക്കാട്ടിലും ചിപ്സ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പാക്ക് ചെയ്ത് വിടാനായിരിക്കും. മിക്കവാറും പാക്ക് ചെയ്തത് കേരളത്തിലോട്ട് തന്നെ ആയിരിക്കും വരുന്നത്. അത് പറയാൻ പറ്റത്തില്ല. സൂര്യയുടെ മുന്തിരിത്തോട്ടം. മുന്തിരിയൊന്നും ഇല്ല. നമ്മളെ ഈ ധർമ്മപുരി വണ്ടി ഇട്ടിട്ട് നമുക്ക് കാറിന് പോയിട്ട് തിരിച്ചു വന്നെടുത്തോണ്ട് പോകാൻ ഓർത്തത്. പക്ഷേ ഇതിലെ പോയാലും നമുക്ക് മേട്ടൂർ വഴിയൊക്കെ ഇറങ്ങി അങ്ങനെ ഭവാനിയിൽ ഇറങ്ങി അങ്ങനെ പോവാം. അതുകൊണ്ടാ പിന്നെ എന്നാ ഇതും കൂടെ കൊണ്ടുപോയേക്കാന്ന് തീരുമാനിച്ചു. ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകതയല്ല ഇത്. അതുണ്ടോ? ഗ്രാമപ്രദേശത്തൂടെ നമ്മൾ പോകുന്നല്ലേ? ഇതൊരു ക്ഷേത്രമാണ്. ദേവീക്ഷേത്രം. അത് ക്ഷേത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഒത്തിരി ഉണ്ട്. ഇതുണ്ടോ? രാവിലെ കോലമൊക്കെ വരച്ച് എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. കണ്ടോ? അതും ഒരമ്പലത്തിലേക്കുള്ള വഴിയാണ്. നമ്മൾ തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ, ചെറിയൊരു ബസ് സ്റ്റാൻഡ്. ഒരു സ്കൂട്ടറാ വരുന്ന ലോഡ് കണ്ടോ? ഒരു കട കണ്ടിട്ടുണ്ട്, നമുക്ക് കഴിച്ചാലോ? കപ്പ് പിടിച്ചിട്ട് വേണ്ടോ? പാപ്പം വേണോ? എന്നാ കോ ഡ്രൈവറുടെ ട്രോഫി എന്നാ? ദോശയും പൂരി ഇഡലി ഏതാ വേണ്ടേ? എനിക്ക് 2 ഇഡലി. ഇഡലിയോ? തമിഴ്നാട്ടിലെ ഇഡലിയെ പിടിക്കുള്ളൂ കേട്ടോ. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇഡലിയും ഇവിടുത്തെ ചോറും അത് മതി, വേറെ സാധനം വേണം. അതെ രസം. അതെ നല്ലതല്ലേ അത്? നല്ല. അല്ല ഇത് ചപ്പാത്തി ഇല്ലേ വരുത്തുന്നത്? ചപ്പാത്തിയാണോ? പൂരി. ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി ഉണ്ട്. ഇതിപ്പോ പൂരിക്കുള്ള പരത്തി വെക്കുന്നത്.
വാഴയിലേക്കായിരുന്നു നല്ല ചൂട് ഇഡലി കേട്ടോ. ക്യാമറമാൻ ഇഡലി പറഞ്ഞുകൊണ്ട് ഞാനും ഇഡലിയാണ് പറഞ്ഞത്. അയ്യോ, അവരവിടെ ഭൂരിയും പറഞ്ഞിട്ടുണ്ട്, പിള്ളേർ രണ്ടുപേരും ദോശയും പറഞ്ഞു. ഇതുണ്ടോ തുമരയ്ക്കാൻ നിൽക്കുന്നതുണ്ടോ ഇഷ്ടം പോലെ. അതെ പറിക്കാറായി എനിക്ക് ഉണങ്ങിയും കൂടെ നിൽക്കുക കേട്ടോ, നല്ല വിളഞ്ഞ് നിൽക്കുക. പണ്ട് വീട്ടിലൊക്കെ ഇതുണ്ടായിരുന്നു, പറിച്ച് തോരൻ വെക്കുമായിരുന്നു. തോരനും ചാറുകറിയൊക്കെ വെക്കും. സൂര്യ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. അറിയത്തില്ലേ? തുമരയ്ക്ക കണ്ടിട്ടില്ലേ? കണ്ടിട്ട് ഒത്തിരി അല്ലേ? ആരാ ഓടിക്കുന്നത്? സൂര്യാമ്മയ്ക്ക് കൊടുക്കാം. കോട്ടറ ഒന്ന് ഓടിച്ച് നോക്കാം അല്ലേ? അപ്പം സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വായിക്കാം. സീറ്റ് ബെൽറ്റ് ഇട് കോട്ടറ. രാമൻകുട്ടിയെ ഞാൻ കൊണ്ട് കൊടുത്താ ഇല്ല, ഞാൻ ഇതേലേ ഉള്ളു എന്നോട് പറയാം. അപ്പൊ കൈ കൊണ്ട് കാണിച്ചു. ഇത് അങ്ങനെ ഓടിച്ചിട്ട് ഓടിക്കാൻ നല്ല സുഖമുണ്ട്. നല്ല സുഖമാണോ? ആനപ്പുറത്തിരുന്ന് പോകുന്ന പോലെ ഉണ്ടല്ലേ? കാർ ഓടിക്കുന്ന പോലല്ല. രാമൻകുട്ടി ആരാ വണ്ടി ഓടിക്കുന്നത് നോക്കി? ആരാ വണ്ടി ഓടിക്കുന്നേ? ആരാ വണ്ടി ഓടിക്കുന്നേ? അമ്മ അമ്മ ഏത് പാട്ടാ ഓർമ്മ വരുന്നെന്ന് പറഞ്ഞേ? കഴുതപ്പുറത്ത് പോണേ ബസ്സൊക്കെ വരുന്ന വരവ് കണ്ടോ? അതെ അതെ. ഏ സാധനം അതല്ലേ? കാലിവണ്ടി ആയോണ്ടേ കുലുക്കമുണ്ട്, ഒരു വെയിറ്റ് ഒന്നും ഇല്ല. അന്തരീക്ഷം ഒരു മൂടല, വെയിൽ തെളിഞ്ഞല്ലോ ഇതുവരെ. കാലാവസ്ഥയുടെയും കൂടെ ഇപ്പൊ ഈ ഡിസംബർ ഒക്കെ ആയതുകൊണ്ടേ. ഇപ്പൊ അടുത്ത കോ ഡ്രൈവർ ഡ്യൂട്ടി ഏറ്റെടുത്തു. നമ്മുടെ മെയിൻ ഡ്രൈവർ ഇല്ല, ഇപ്പം 2 കോ ഡ്രൈവർമാരേ ഉള്ളൂ. എണ്ടവറയിലേക്ക് പോയി. കേട്ടൂര്, അപ്പൊ മേട്ടൂരും ഉണ്ട് കേട്ടൂരും ഉണ്ട് കേട്ടോ. റൈറ്റിലേക്ക് പോയ കേട്ടൂർ. ചാട്ടം കാരണം ചാടി എഴുന്നേറ്റാണോ? അന്നേരം കൊണ്ട് കട്ടറി അടിച്ചല്ലേ? അത്തനൂര് നൈസ് സ്ഥലപ്പേര്, അത്തനൂർ. വണ്ണാത്തിപ്പട്ടി. എന്താണല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ടേ വരുന്ന നല്ലൊരു രസമുള്ള ഒരു റൂട്ടാ അല്ലേ? മരങ്ങളും ഗ്രാമപ്രദേശങ്ങളും ഒക്കെ നല്ല രസമുണ്ട്. പണ്ട് കാലത്ത് തമിഴ്നാട്ടിൽ പണ്ട് നമ്മൾ ആ കമ്പം തേന് റൂട്ടിൽ പോകുമ്പോൾ ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ആ മരമെല്ലാം വെട്ടിക്കളഞ്ഞു. ഹൈവേ വന്നിട്ട് മരമെല്ലാം വെട്ടിക്കളഞ്ഞു. അപ്പൊ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകും. മേട്ടൂർ ഡാമും ഒക്കനക്കല്ലും ഒക്കെ ലെഫ്റ്റാ. 18 കിലോമീറ്ററോ ഉള്ളിഞ്ഞി. ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ പെന്നാഗരം. ഒക്കനക്കല്ല് നേരെ 17, മേച്ചേരി 42. ആ മീനാ കേട്ടോ, ഇതെല്ലാം ഈ നദിയിലെ മീനാ. പിന്നെ വളർത്തു മീനാ. എന്നാന്നറിയോ? ഒരെണ്ണം കോഴിത്തന്ത്രോ ഇത് കേട്ടോ. ഇത് അതിന് മുമ്പ് കിടന്ന 2 എണ്ണം എന്നാന്നറിയോ? എന്നാരതോ വാടക കൊടുക്കുന്ന എന്നത്തിന് ഉപയോഗിക്കുന്ന? അതല്ല നിങ്ങക്ക് 2 പേർക്കും അറിയത്തില്ല. കുഞ്ഞിക്കളിക്ക് അറിയായിരുന്നു അതെന്നാന്ന്. ഉണ്ടോ? ഡെഡ് ബോഡി കൊണ്ടുവന്ന മരിച്ചിറക്കാനായി കൊണ്ടുവന്ന ആ വണ്ടിയിൽ. ഉണ്ടോ? ഇത് തനി ഗ്രാമപ്രദേശം കേട്ടോ. ഇവിടെ കണ്ടോ എല്ലാ വീടുകളിലും പശുവുണ്ട്. പശുവും പോത്തും എരുമയെല്ലാം. ഇവിടെ തന്നെ എന്തോ അങ്ങോട്ടെ നമ്മള് ഒക്കനക്കല്ലിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ഒരു എൻട്രൻസ് ഫീ ഉണ്ട്. കാറിന് 100 രൂപ കേട്ടോ, നമ്മുടെ ലോറിക്ക് 50 രൂപയേ ഉള്ളൂ. ഇത് ഫോറസ്റ്റാ കേട്ടോ. ബെവനൂർ മലൈ റിസർവ് ഫോറസ്റ്റ്. ഇവിടുത്തെ ഫോറസ്റ്റ് കണ്ടോ സൂര്യ? മരങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ഘാട്ടിറങ്ങാം കേട്ടോ. ഘാട്ടിറങ്ങി താഴെ ചെല്ലുക. കുറെ ദൂരം ഉണ്ട്. നമ്മൾ ഘാട്ടിറങ്ങി താഴെ വന്നു. ഇത് ആനയൊക്കെ ഉണ്ട് കേട്ടോ. വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് വെഹിക്കിൾ ഗോ സ്ലോ. ഇപ്പോഴേ നമ്മൾ ഒക്കനക്കല്ലെത്തി 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ ഈ ഒക്കനക്കല്ലും വനം തന്നെയാണെന്ന് തോന്നുന്നല്ലോ. വനത്തിലായിരിക്കുന്നതെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു. ഇത് ഈ പാലത്തിനക്കരെ ഒക്കനക്കല്ല. അപ്പോൾ നമ്മുടെ ലോറിയൊക്കെ ഇത് ഇവിടെ കൊണ്ടുവന്ന് സൈഡിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. 2 പിന്നെ ബോട്ടുകാർ വന്ന് നമ്മുടെ അടുത്ത് ഇപ്പം നമ്മളെ കൊണ്ടുപോകാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. കാറും കൊണ്ട് കുറച്ചുകൂടെ പോകാമല്ലോ. അന്ന് എല്ലാവരും കാറേ കയറിക്കോ. എൻ്റെ എടുത്തോ.
ഇപ്പം നമ്മൾ ഒക്കനക്കല്ലെത്തി. വലിയ തിരക്കൊന്നും ഇല്ല, ടൂറിസ്റ്റുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? തിരക്കൊന്നും കാണുന്നില്ല. വഴി അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടല്ലോ അല്ലേ, നേരത്തെ പോയിട്ടുള്ള ഒരാളെ. ആ, അതവിടെ അപ്പുറത്തെ ലോഡ്ജിലെങ്ങാണ്ടാ തങ്ങിയെന്നൊക്കെ പറഞ്ഞ്. ഇത് ഹോട്ടൽ തമിഴ്നാട് TTDCയുടെ കേട്ടോ, തമിഴ്നാട് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ. ഇതിനകത്ത് പാർക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. TTDCയുടെ പാർക്കിങ്ങിൽ കയറി അവിടെ ടോയ്ലറ്റ് എല്ലാം ഉണ്ട്, വാഷ്റൂമിലെല്ലാം പോയി കഴിഞ്ഞത് അവിടുന്ന് വണ്ടി എടുത്ത് ഇങ്ങോട്ട് നമുക്ക് പോരാൻ കുറച്ചുകൂടെ. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആട്ടോ. ആ, നല്ല നീറ്റാണ് അവിടെ. അപ്പോൾ അവിടുന്ന് വന്ന് നമ്മുടെ ഈ കുറച്ച് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ പാർക്കിംഗ് ഉണ്ട് വലിയ. അപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. ഇഷ്ടംപോലെ ആളുണ്ട് കേട്ടോ. ആളുണ്ട്, നല്ല ആളുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കാവേരി നദിയിലേക്ക് പോകാം. കൊട്ടവഞ്ചിയെ കയറാം അല്ലേ, നോക്കാം അങ്ങോട്ട് പോയി. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് നോട്ടീസ്, പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചിട്ടുണ്ട്, പിന്നെ ആൽക്കഹോള്, പിന്നെ തുണികളും ബോട്ടിലും ഒന്നും നദി വലിച്ചെറിയലെന്നൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്നാണ് കൊട്ടവഞ്ചിയെ കയറാനുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കുന്നത്, കൊറാക്കിൽ. അപ്പോൾ ഈ കൊട്ടവഞ്ചിയിൽ ഒരു 4 അഡൽട്ടും ഒരു കുട്ടിക്കാണ് പോകാവുന്നത്. എത്ര രൂപ നേട്ടേ പറഞ്ഞേ? അതിന് 1500 രൂപ. 1500 രൂപ. പിന്നെ നമുക്കിപ്പോൾ 2 എടുക്കണം. അപ്പം 2 വഞ്ചിയിലേ പോകത്തുള്ളൂ. പിന്നെ അവർ ഈ വഞ്ചി തുടങ്ങുന്നവരിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ വേറെ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കും, ഒരെണ്ണത്തിന് 1000 രൂപ വെച്ച് എക്സ്ട്രാ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. എക്സ്ട്രാ വേറെ കൊടുക്കണമെന്നൊക്കെ അത് പോയി നോക്കിയിട്ട് നിങ്ങൾ തന്നാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് പോയി നോക്കിയിട്ട് വന്നാൽ അതിനെക്കുറിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. ഇവിടെ കൊറാക്കിൽ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊറാക്കിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ കൊട്ടവഞ്ചി ഇല്ല അതിനാണ് പറയുന്നത്. അപ്പോൾ ഇത് മാമരത്തുക്കടവ് ബോട്ട് ഹൗസ് ടു സിനി ഫോൾസ് അവിടെ വരെ 500 രൂപ 45 മിനിറ്റ്. പിന്നെ മാമരത്തുക്കടവ് ബോട്ട് ഹൗസ് തൊട്ട് മണാൽമേട് വരെ 1500 രൂപ 1.5 മണിക്കൂർ. നമ്മളിപ്പോൾ 1.5 മണിക്കൂറത്തേനുള്ള എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ ഇതിലേ ഇറങ്ങിപ്പോന്നേ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. തിരക്ക് ആളുകളെന്നും പറഞ്ഞു. നമ്മൾ അവിടെ ആരെയും കാണാത്തതുകൊണ്ട് തിരക്കില്ലെന്ന് പറഞ്ഞു, പക്ഷെ നല്ല തിരക്കാ. കൊട്ടവഞ്ചികളുടെ മേളമാട്ടോ. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും കൊട്ടവഞ്ചി മാത്രമേ കാണാനുള്ളൂ. അതൊക്കെ ഇഷ്ടം പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെ അപ്പുറത്തെ സൈഡിലും എല്ലാം ഉണ്ട്. മുളയും കൊണ്ടായി നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ട് അകത്ത് പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്, പിന്നെ പുറമേ ടാറ് തേച്ച് വെച്ചേക്കുക. എന്നാ വലുതല്ല ഇത്, ഒരെണ്ണത്തില് 5 പേരൊക്കെ ഉണ്ട്. 4 പേരാണ് അവിടെ പറയുന്നത്, പക്ഷെ 5 പേരൊക്കെ പോകുന്നുണ്ട്. ആ ജാക്കറ്റൊക്കെ ഇട്ടോ. ഇവരിത് റെഡിയായി വന്നു. ഉണ്ടോ? അത് കൊള്ളാം. നമുക്കുള്ള 2 കൊട്ടയാണ് വന്നേക്കുന്നത്. ഇത് അപ്പം അവര് ഇതേ കയറി കേട്ടോ. അപ്പം നമുക്ക് മറ്റേ ആ ബോട്ടേ കയറാം. നമ്മുടെ കൊട്ടവഞ്ചി അതാ. നല്ല ഒഴുക്കുണ്ടല്ലേ ഇവിടെ? നല്ല ഒഴുക്കുണ്ട്, വെള്ളം ഒഴുകി വരുന്നുണ്ടോ? ഇന്ന് ഇഷ്ടംപോലെ ആളും ഉണ്ട് കേട്ടോ. കൊട്ടവഞ്ചിയെ പോന്നു. അപ്പോൾ അവിടുന്ന് പുറത്തോട്ട് വന്ന ഒരു തുരുത്തിൽ ഇവിടെ ഇറക്കി. ഇവിടുന്ന് ഇനി നമ്മൾ കുറച്ച് നടക്കാം. ഇനി കുറച്ച് ഇവർ കൊട്ട എടുത്തോണ്ട് വരും, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇതൊരു ശകലേ ഉള്ളൂ കേട്ടോ. അവിടുന്ന് ഇവരിവിടെ വന്നിട്ട് ഇവിടുന്ന് ഇത് എടുത്തോണ്ട് പോകാൻ തോന്നുന്നു അപ്പുറത്തോട്ട്. നമ്മുടെ വഞ്ചിയായി പോകുന്ന കേട്ടോ, അതും ഇതും. ഇനി അവർ താഴെ കൊണ്ടിടും, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. എത്ര പേരാ പോകുന്നതല്ലേ കൊട്ടവഞ്ചിയും കൊണ്ടേ. ഈ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും അതിർത്തിയിൽ കാവേരി നദിയിലാണ് നമ്മുടെ ഈ ഹൊഗനക്കൽ വെള്ളച്ചാട്ടം. താഴോട്ട് നോക്കിയാൽ കണ്ടോ കൊട്ടവഞ്ചിയെ പോകുന്നുണ്ടോ? ഇതേ നല്ല മഴക്കാലത്ത് ഇത് നിറഞ്ഞ് വെള്ളം വരുമ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതെ അതെ, ഇതെല്ലാം വെള്ളം കയറി ഒഴുകുന്ന. അതായത് ഈ പാറകളെല്ലാം ഇതുപോലെ മിനുസപ്പെട്ടിരിക്കുന്നത്. താഴെ കൂടെ ഒക്കെ പോകുന്ന ആൾക്കാർ. നമ്മളിനി താഴോട്ട് ഇറങ്ങി ചെല്ലണം, സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലണം, താഴേക്ക് ചെല്ലണം. അപ്പോൾ നമുക്ക് താഴോട്ട് ചെന്ന് കഴിയുമ്പോഴേ 36 വെള്ളച്ചാട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ. ഇതെല്ലാം ഇത് ഓരോന്നാ ഇതുപോലുള്ള. അങ്ങനെ അടുത്തടുത്തുള്ള വെള്ളച്ചാട്ടങ്ങളല്ല. അപ്പോൾ ഇന്ത്യയിലെ നയാഗ്ര എന്നാണ് ഈ ഹൊഗനക്കൽ വാട്ടർഫോൾസ് അറിയപ്പെടുന്നത്. എങ്ങനെയുണ്ട്, നല്ലതല്ലേ? അടിപൊളി സ്ഥലം കേട്ടോ. പ്രതീക്ഷിച്ചില്ലല്ലോ, ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാ ഞാൻ കുറേ നാളായിട്ട് പോകാന്ന് പറഞ്ഞത്. ഇവിടുന്ന് താഴോട്ട് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി പോകണം. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഇനി നമ്മൾ കൊട്ടവഞ്ചിയെ കയറുന്നത്. അപ്പോൾ നമ്മുടെ കൊട്ടവഞ്ചിയൊക്കെ താഴേക്ക് പോയിട്ടുണ്ട്. അവർ ചുമന്നുകൊണ്ട് പോയി. അതെ, ഓരോ കൊട്ടയും കൊണ്ട് വെള്ളത്തിലോട്ട് ഇടുവാന്ന്. നമ്മുടെ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യാ. അല്ലേ എന്നൊരു ഇതാ, അത് എന്നോ മിനുസാന്ന് നോക്കിയാൽ മൊത്തം. അതെ, വെള്ളം ഒഴുകിട്ടാ, വെള്ളം ഒഴുകി നല്ല. ഈ പാറയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ഉണ്ടോ? എന്താണ് പ്രത്യേകത? അതെന്നാ നീ മറന്നുപോയി.
ഞാൻ ഓർത്തേ ആ ദാമക്കുട്ടിയെ കൊണ്ടൊക്കെ വന്നാൽ ഇവിടെ കയറാൻ പറ്റില്ലായിരിക്കും ഓർത്തേ. ഓ ആ അങ്ങനെ അത്ര പ്രശ്നമില്ല. ഇല്ല. എന്ത് കൊട്ടയുണ്ട് ഇവിടെ അല്ലേ? ഒത്തിരി ഉണ്ട്. എന്നാ എവ്വളോ കൊട്ട ഇരിക്കോ കൊട്ടവഞ്ചി? 450 എണ്ണം ഉണ്ട്. 450? ആ ഇവിടെ. അവരെന്തേ പോയോ? അവരിത് ഇതേ നിൽക്കുന്നത് ഇവിടെ സൈഡിൽ. അവരവിടെ ഫോട്ടോഷൂട്ടാണ്ടേ. അതെ അതെ. ആ ആ ഫാൾസ് ഫാൾസ് കുഞ്ഞുകുട്ടി വേണേ വഞ്ചി ഒന്ന് തുഴഞ്ഞു കേട്ടോ മേടിച്ചത്. കണ്ടോ ഈ വഞ്ചി അതിട്ട് കറക്കുന്ന കണ്ടോ? ആ അങ്ങനെ കറക്കും. ഓ കറക്ക നമുക്ക് ഇപ്പൊ കറക്കണ്ട, ലാസ്റ്റ് മതി. അതെ അതെ. നോക്കിയേ തലവേദന എടുക്കല്ലേ? ആ അവിടെ കൊണ്ടുപോകുന്നത്. ആ അങ്ങോട്ട് കൊണ്ടുപോകും, അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങോട്ടാ പോന്നെ? പൊന്നൂന് നനയണം. എന്റെ ഫോൺ കളയാ. അയ്യോ മതി 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 മതി. നല്ല അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാണേലും അല്ലേ? അതെ അതെ. ഇവിടെ നല്ല ഒഴുക്ക. ആ 50 അടിയാ? 50 അടിയാ? 50 അടി ആഴം ഉണ്ടെന്ന് വെള്ളം. ഒത്തിരി സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള കേട്ടോ. നരന്, പിന്നെ റോജ, പിന്നെ പൊന്നു കുറെ സിനിമ ഉണ്ട്. പുതിയ പുഷ്പയില്ലേ, അതിനകത്തെ 2 രംഗമുണ്ട്. ഇതിലേ ഇപ്പം വെള്ളം കുറവായോണ്ടാ, അല്ലെങ്കിൽ ഒത്തിരി ഫാൾസ് ഉണ്ടായിരിക്കും. വെള്ളം ഇപ്പൊ കുറവാ. ആ പാറ ഫുള്ളേ കൂടുന്ന പോലെ വെള്ളം വന്നാൽ പിന്നില്ല. ആണോ? ആ അതിന് താഴെ നിന്നാലുണ്ട്. ഇത് വേറൊരു ഫാൾസ്. ഇല്ല കറക്റ്റ് ലാസ്റ്റ് കറക്കാം. ആ ഓക്കെ ഓക്കെ കറക്ക കേട്ടോ. അയ്യാ വീഡിയോ ഇറക്കാം. എന്താ സ്പീഡിലാ കറങ്ങുന്നതെന്ന് നോക്കിയേ. ഞാനൊക്കെയല്ലേ വീഴുന്നതിന് മുമ്പ് കിടന്നു. അയ്യോ നല്ല രസമുണ്ടല്ലേ? കൊള്ളാം കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ. ആ മതി മതി, ഇനി തല ഇറങ്ങും ഒത്തിരി കറക്കിയാല്. വെള്ളത്തിന്റെ പദം ഉണ്ടോ അല്ലേ? ഇവിടെ നോക്കി, സൈഡിലോട്ട് നോക്കി. രാവണൻ. രാവണൻ അതാ പറഞ്ഞത്. ഇവര് പരിചയക്കാർ ഇവിടെ എന്താ പരിചയമുള്ളവരെ. നിങ്ങളവിടെ എവിടെ നിന്ന്? കോട്ടയത്ത് നിന്ന് വന്നോ? ഞങ്ങളും അതെല്ലോ. ഞങ്ങളെ ഏറ്റുമാൻ്റെ നല്ല പരിചയം. ആ കൊച്ചതാ കൊച്ച മുട്ട മൊട്ടെ മൊട്ടെ മൊട്ടെ. അതെ അതെ, ഒരു കുഞ്ഞു മൊട്ട, ഒരു വലിയ മൊട്ട. കച്ചവടങ്ങളുണ്ട് ഇതില്. സ്നാക്സ് ഒക്കെ ഉണ്ട്. സ്നാക്സ്, വെള്ളക്കുപ്പി ഒക്കെ കൊണ്ട് വരുന്നുണ്ട്. ഇത് ഐസ്ക്രീം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഐസ്ക്രീം ഒന്നുമില്ല. മീൻ കിടക്കും. ആ എപ്പടി 4 പീസ് 100 രൂപ. മുകളിലോട്ട് ചെല്ലുമ്പോഴേ ഇഷ്ടം പോലെ ഫ്രഷ് മീൻ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അന്നേരം തന്നെ വേണേ വറുത്ത് തരും. പിന്നെ നമ്മൾ മീൻ മേടിച്ചു കൊടുത്താലേ അവിടെ വറുത്ത് തരും. നമ്മൾ മേടിച്ചു കൊടുക്കുന്ന അവര് വറുത്ത് തരും. ഇത് നമുക്കേ പിന്നെ ഒന്ന് നല്ലപോലെ വരണം, സമയം അല്ലെങ്കിലും വരണം കേട്ടോ. മുത്ത്, കുഞ്ഞിക്കടൻ, അച്ഛമ്മ, അമ്മച്ചി ഇവരെല്ലാം കൊണ്ടുവരണമെന്ന്. അതെ, പിന്നെ ഒരു ട്രിപ്പ് വന്നേക്കാം. പൊന്നു ആണെങ്കിൽ വീട്ടിൽ പോകാനും പറഞ്ഞായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് നിങ്ങളെ എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പർ അല്ലേ? ഇതിന്റെ ഒരു സൈഡ് കർണാടക, ഇത് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് കർണാടകയിൽ, ഇപ്പുറം തമിഴ്നാടുമാണ്. അതെ, ഈ വെള്ളം കാവേരി നദി. ഇവിടുന്ന് മുന്നോട്ടൊരു 12 കിലോമീറ്റർ പോയാലേ വീരപ്പന്റെ നാടാണ്. എന്നാണ് ഗോപിനാഥം. ആ ഗോപിനാഥം. അല്ല വീരപ്പൻ ഇല്ലല്ലോ കാണാൻ പോയിരുന്നല്ലേ. വീരപ്പന്റെ സ്വന്തം ഊരതാ ഗോപിനാഥം. കട്ട്ല, രോഹു ഒക്കെ ഉണ്ട്. 10-20 കിലോ ഉള്ള മീനുകളുണ്ടെന്ന്. 50 അടി ആഴമുണ്ട് ഇവിടെ ഇപ്പം. ആ സൈഡിൽ കണ്ടോ മീൻ പിടിക്കാൻ ആളിരിക്കുന്നത്? ചേട്ടായിക്ക് തിരിഞ്ഞിരുന്ന് എടുക്കാൻ പാടാ. നോക്കി കൊട്ടയുടെ അടിയിലൊരു മീന്. ആ അതെ, അത് കെട്ടി വെച്ചേക്കുന്ന പിടിച്ചിട്ട്. കൊട്ടയ്ക്ക് അടിയിൽ കണ്ടായിരുന്നോ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ അവിടെ മോളിൽ കണ്ടില്ലേ, ഈ പാറയെല്ലാം മൂടി വെള്ളം വരും. ആ സമയത്ത് ആരെയും വിടുകയല്ല. നമ്മൾ ആ ചെക്ക് പോസ്റ്റിന് അവിടെ ബ്ലോക്ക് ചെയ്യും. വെളിയിൽ നിന്നുള്ള ആരെയും കയറ്റി വിടുകയല്ല. ആ അത് കണ്ടോ അതിനകത്ത് കണ്ടോ ഒരു പിന്നെ ഗുഹ പോലെ കണ്ടോ, കല്ല്. ആ
തമിഴ് സിനിമ എടുത്താണ് ഇവിടെ. ആ വെള്ളം കുറയുമ്പോ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാം അല്ലേ? ഗുഹ പോലെ. അതെ, അവിടെ ചൂണ്ടയിടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു മീൻ കിട്ടി. അത് ആരോ പോലെ ഇരിക്കുന്നു. ഇതെല്ലാം മീൻ വറുത്ത് കൊടുക്കുന്ന അല്ലേ? അതെ അതെ, ഫ്രഷ് മീൻ പുഴയിൽ നിന്ന് പിടിച്ച് വറുത്ത് തരും. അതെ അതെ, 4 പീസ് 100 രൂപ. പൊന്നുകുട്ടിക്ക് വേണ്ടേ? ഒത്തിരി നാളായില്ലേ മീനൊക്കെ കഴിച്ചിട്ട്. അത് 4 പീസ് 100 രൂപ. ഒരെണ്ണം 100. ഏതാന്ന് വേണമെങ്കിൽ നോക്കിയിട്ട് ഒരെണ്ണം പറ, കഴിച്ചു നോക്കാം. വേണ്ട, ഫ്രഷ് മീൻ വെട്ടി വെച്ചേക്കുന്നുണ്ടോ വറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ കിട്ടി കേട്ടോ വറുത്ത്. പേപ്പറിനകത്താണ് നന്നേ. പ്ലേറ്റിനകത്ത് പ്ലേറ്റ് തിരിച്ചു കൊടുത്തു. നമ്മളല്ലേ പ്ലേറ്റും കൊണ്ട് പോകില്ലേ? അപ്പോൾ കർണാടക തന്നെ ഇത്. ഇതുണ്ട്, ആ സ്റ്റെപ്പ് കെട്ടിയേക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറം കർണാടക ആ സൈഡ്. അവിടെ ബസ് വരുമെന്നാണ് പറഞ്ഞത്. ഇതിലേ വരത്തില്ല, മൈസൂരിൽ നിന്ന് വരുമെന്ന്. അങ്ങോട്ട് പോയാൽ മൈസൂരിന് ഷോർട്ടാണ്. ഇവിടെ അപ്പുറത്തെ സൈഡിൽ കൂടെ വെള്ളമുണ്ട്. ഇതിവിടെ ഒരു ദ്വീപ് പോലെ കണ്ടേ. നല്ല മീനല്ലേ പൊന്നു? പൊന്നു ഒത്തിരി നാൾ കൂടി കഴിച്ചോണ്ട് പൊന്നിന് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. വെള്ളത്തിൽ ഇറക്കില്ലാത്തതുകൊണ്ട് മണൽ വാരും. അങ്ങനെയുണ്ട്. നമുക്കൊരു പിക്കപ്പിനോ ലോറിക്കോ എല്ലാം വാരാനോ. നമ്മളെ കൊട്ടവഞ്ചിയിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കി വിട്ടു. അപ്പോൾ അവരെന്നിട്ട് കൊട്ടവഞ്ചി കൊണ്ട് മുകളിലോട്ട് പോയി. അപ്പം ഇതൊരു തുരുത്താണ്. ഇത് ഇഷ്ടംപോലെ മണലൊക്കെ ഉണ്ട്. ലോഡ് കണക്കിന് മണലുണ്ട് കേട്ടോ. വാരിയാലും തീരത്തില്ല. ഇങ്ങോട്ട് നോക്കി. ഇനിയിപ്പോൾ നമ്മൾ മുകളിലോട്ട് നടന്നു പോകണം ഇനി. അപ്പോൾ കൊട്ടവഞ്ചിയും കൊണ്ട് അവർ മോൾ വശത്ത് വരും. കർണാടകന്നേ ഒക്കനക്കല്ല് വരണമെങ്കിൽ ഇതേ ഈ വഴി വരും. ആ സ്റ്റെപ്പ് കണ്ടോ കിട്ടിയിട്ടൊക്കെ. അത് മൈസൂരിൽ നിന്ന് കണ്ട വഴിയുള്ളതെന്നാണ് പുള്ളി പറഞ്ഞത്. അല്ല, നമ്മളിപ്പോൾ ഈ വഴി വന്നിടത്തുനിന്ന് കയറത്തില്ല അങ്ങോട്ട്. ഒരു 100 മീറ്റർ താഴെ കേട്ടോ നമ്മളെ ഇറക്കി വിടുന്നത്. പിന്നെ അതിലേ കയറി ഇങ്ങനെ ഈ മണലിനകത്തൂടെ നമ്മൾ ചുറ്റി വന്ന് ഇവിടെ താഴെ വരുന്നത്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് കയറാം. നിറച്ച് വെള്ളം വരുമ്പോൾ ഇവിടെ ഒത്തിരി വാട്ടർഫോൾസ് ഉണ്ട്. അന്നേരമാണ് നയാഗ്ര വാട്ടർഫോൾസ് തോന്നുന്നു നമുക്ക്. ഇപ്പം വെള്ളം കുറവാണ്. ഈ വർഷം മഴ കുറവായിരുന്നു പറഞ്ഞത്. ഇങ്ങോട്ട് വരുമ്പോൾ എളുപ്പമായിരുന്നു, തിരിച്ച് തുഴയുമ്പോൾ ഇച്ചിരി പാടാ. ഇതുണ്ടോ, നല്ല പവറിന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ഒഴുകുന്നതിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇച്ചിരി ബലത്തിൽ തുഴയണം. എല്ലാവരും മീൻ മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ, ഒത്തിരി പേരും. അല്ലേ, വെള്ളം കുറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് കയറി നിൽക്കാം. ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ആ കല്ല് കണ്ടോ, കളറാ. അതെ അതെ, നമ്മള് ലഡാക്കിൽ പോയപ്പോൾ അതാ ഞാനിപ്പോൾ പറയുന്നത്. ആ കല്ല് പോലെ ഇരിക്കുന്നു, അവിടുത്തെ കല്ലുകൾ പോലെ പല കളറും ആയിട്ട്. ഇഷ്ടം പോലെ കൊട്ടവഞ്ചി ഉണ്ടല്ലേ ഇന്ന്. 450 എണ്ണം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ഇന്ന് ഒരുവിധം നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ കൊട്ടവഞ്ചി ആര് കണ്ടുപിടിച്ചല്ലേ എന്നാണെങ്കിലും നല്ല ഐഡിയ അല്ലേ? അതെ, അത് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏതെ പെരിയ ആള്? പ്രായമായ ഒരാൾ കണ്ടുപിടിച്ചാണിത്. മാട്ടുത്തോള്. ആദ്യമേ ഇതെല്ലാം കർണാടക വഞ്ചിയാ കേട്ടോ. എല്ലാ യൂണിഫോം എല്ലാം കർണാടകക്കാരാണ്. ഇത് കർണാടകയുടെ അവിടുന്ന് വന്നില്ലേ, നമ്മളിപ്പോ താഴെ കണ്ടില്ലേ, ആ വഴിക്ക് വന്ന ആൾക്കാരത്. കർണാടകയുടെ തുഴയുന്നവരുടെ യൂണിഫോം മഞ്ഞ കളറിലും തമിഴ്നാടിന്റെ നീല കളറിലും. അതാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് നമ്മളിവിടെ കയറിയ സ്ഥലത്ത് വന്നു. അതായത് നേരത്തെ ഇപ്പൊ ഇതിനകത്ത് പ്ലാസ്റ്റിക് വെച്ചിട്ടില്ലേ, അതിന് പകരം മാടിന്റെ തോലായിരുന്നു പണ്ട്. ഇപ്പോഴതില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മാടിന്റെ തോലായിരുന്നു വെള്ളം കയറാതെ ഇട്ടിരുന്നത്. ഇതിലെ ഇറങ്ങി വരുന്ന അതിലേ കയറി പോകുന്നത് അല്ലേ? അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരാ കയറാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളിതേ തിരിച്ച് ഇനി ഇതിലേ ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ ഇനി ഇറങ്ങിച്ച് ഈ കൊട്ട ഇവര് വീണ്ടും ചുമന്നുകൊണ്ട് വേണം അപ്പുറം കൊണ്ടുപോയിട്ടിട്ട് വേണം അങ്ങോട്ട് പോവാൻ. നല്ല വെയിറ്റ് ആയതിനെ. നല്ല പണിയാണ്. നല്ല വെള്ളം അവിടെ കണ്ടോ, എല്ലാരും കുളിക്കുന്നുണ്ട് അവിടെ. ആൾക്കാർ കുളിക്കുന്നുണ്ട്, അതല്ലേ മുകളിലും ഉണ്ട്, താഴെ ഉണ്ട്. എല്ലാരും വാട്ടർഫോൾസ് കണ്ടിട്ട് വരുന്നവരാ. ഉച്ച കഴിയുമ്പോഴത്തേനും തിരക്ക് കൂടുമെന്നാണ് അവർ പറഞ്ഞത്. നീട്ടുണ്ടോ, നമ്മൾ വന്നപ്പോൾ അധികം ആളില്ലായിരുന്നല്ലോ, ആൾക്കാർ വരുന്നുണ്ട് എന്തായാലും. നമ്മൾ കറക്റ്റ് സമയത്തിന് വന്നേക്കാലും. അതെ അതെ. ഇവിടെ വേണേൽ കുളിക്കാൻ പോകാം കേട്ടോ, സേഫായിട്ട് കുളിക്കാൻ, കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും കുളിക്കുന്നുണ്ടോ? ഇല്ലേ? കുഞ്ഞിക്കിളിക്ക് കുളിക്കണമെന്ന്. മസാജിങ്ങും ഉണ്ട് അവിടെ. മസാജിങ് ഉണ്ട് അവിടെ ഉണ്ട് കേട്ടോ. അതെ, ഫുൾ ബോഡി മസാജ് ആണോ അതറിയത്തില്ലല്ലോ. എണ്ണയൊക്കെ ഇട്ട് അതുകൊണ്ടില്ല ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. തലമുടി ഇങ്ങനെ മസാജ് ചെയ്യുന്നുണ്ട്, നോക്കി അറിയാൻ പോയെന്ന. കന്നഡയും തമിഴും കൂടെ ചേർന്ന വാക്കാണ് ഹൊഗനക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹൊഗയെന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തെയും തിരക്കുന്ന വെള്ളമില്ല, അത് പുക പോലല്ലേ കാണുന്നത്. അപ്പോൾ ഹൊഗയെന്ന് പറഞ്ഞാൽ പുക, കന്നഡ വാക്കാണ് അത്. പിന്നെ കല്ല്, അത് തമിഴ് വാക്കും. അപ്പോൾ ഹൊഗനക്കൽ.
അതെ അവിടെ മസാജ് ചെയ്യുന്നുണ്ട്. അവിടെ മസാജ് ചെയ്യുന്നുണ്ട്. ഇത് കുറേ അവിടെയൊക്കെ ഉണ്ട്. ഇവിടെ അധികം പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒന്നുമില്ല. അപ്പോൾ ഇടയ്ക്കെല്ലാം ഇതുപോലെ വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ എല്ലാവരും അതിനകത്ത് കൊണ്ട് ഇടുക. അവിടുന്ന് വഞ്ചി ചുമന്നുകൊണ്ട് നമ്മളിവിടെ ഇട്ടിട്ട് ഇവിടുന്ന് കയറിയിട്ട് വേണം അപ്പുറം കരയിലേക്ക് പോകാൻ. അത് രണ്ടും നമ്മുടെ വഞ്ചിയാണ്. കോട്ടയംകാരൻ്റെ ആദ്യം വന്ന് അതെ, നമ്മളെ വഴിക്ക് വെച്ച് കണ്ട കോട്ടയംകാരൻ്റെ. ഇതേ നിൽക്കുന്നു. നിങ്ങൾ കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ആയിട്ട് ആദ്യമേ കയറിക്കോ കേട്ടോ. ഇനിയിപ്പോൾ ജാക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ശകല ഇടേ ഉള്ളൂ. അവിടെ വീണാലും ഞാൻ നീന്തി രക്ഷപ്പെടും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നീന്തി രക്ഷപ്പെടാനുള്ളതേ ഉള്ളൂ. നിങ്ങൾ വെള്ളം ഉള്ളു ഇവിടെ, താഴെയാണ് ഒത്തിരി വെള്ളം ഉള്ളത്. എന്നാണില്ലേ, നല്ല രസമല്ലായിരുന്നോ? അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? ആ, പോകാനുള്ളവരെല്ലാം റെഡിയായി ജാക്കറ്റ് ഇട്ട് നിൽക്കുന്നു. ചെറിയ മോഡലൊക്കെ ഉള്ളതുകൊണ്ടേ ചൂട് കുറവുണ്ട്. അവിടെ ഒരു തൂക്കുപാലം എന്തോ ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് അതുകൂടെ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇതുണ്ട്, ഇങ്ങോട്ട് പോകുന്ന വഴിയുടെ ഈ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ നല്ല ഫ്രഷ് മീൻ, മുളകും ഉപ്പും ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. വറുത്ത് തരും. പോയിട്ട് വരാം. ഇതുണ്ട്, ഇത് ഈ നദിയിൽ നിന്ന് പിടിക്കുന്ന മീനാണ്. ഇത് ഉണങ്ങി വെച്ചേക്കുന്നതാണ്. ഒരു പടി 100 രൂപ. പടി എന്ന് പറഞ്ഞാൽ പാത്രത്തിന് അതൊരു പാത്രമല്ലേ. ഇവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുളിക്കാൻ വല്ലതും തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് കുളിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ അതിനുള്ള സാധനങ്ങളൊന്നും കൊണ്ടില്ല, തോർത്തും തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കുള്ള പോകുന്ന എൻട്രൻസ് ആണിത്. തൂക്കുപാലം, തൊങ്കുപാലം. തൊങ്കുപാലോ? ഇതാണ് ഇവിടുത്തെ തൂക്കുപാലം. അതെ, അത് വലിയ രസമൊന്നും ഇല്ല. നമ്മളിതിന് വലിയ തൂക്കുപാലത്തെ കയറിയിട്ടുണ്ടല്ലോ. പിന്നെ ഇതേ കയറണ്ടല്ലേ. അവിടെ ഒരു ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 20 രൂപ ഒരാൾക്ക്. നല്ല വെയിലുവാ. അതെ, പോയേക്കാം. അവിടെ മസാജ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടോ നല്ല പോലെ എണ്ണയൊക്കെ തേച്ച് കണ്ടോ മസാജ് ചെയ്യുന്നത്. അതെ. ആർക്കെങ്കിലും മസാജ് ചെയ്യണോ? മസാജ് ഒന്നുമില്ല, നമുക്കുള്ള നേരത്തിന് വീട്ടിൽ പോയി. അങ്ങനെ കർക്കിടക മാസത്തിൽ ഒരു മസാജ് ചെയ്യാം അല്ലേ? അതെ. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആകർഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊട്ടവഞ്ചി യാത്രയാണ്. പിന്നെ നമുക്ക് നല്ല വെള്ളത്തിൽ ഇവിടെ വന്ന് മുങ്ങി കുളിക്കാം. പിന്നെ ബോഡി മസാജിങ് ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത്. മസാജ് ഒക്കെ കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ ഇട്ട് കുളിക്കാൻ വന്ന ആൾക്കാർ. അതെ, ഉണ്ടോ, എണ്ണയിൽ കുളിപ്പിച്ചേക്ക. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നല്ല കാവേരി നദിയിൽ നിന്ന് പിടിച്ച നല്ല ഫ്രഷ് മീൻ അന്നേരം തന്നെ ഇവിടെ വറുത്ത് തരും. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കഴിച്ചു നോക്കി. TTDCയുടെ കോമ്പൗണ്ടായത്. അപ്പോൾ ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട്, ഒരു 50 രൂപ. അപ്പം നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. അപ്പോൾ ഇവിടെ നല്ല വാഷ്റൂമൊക്കെ ഉണ്ട്. ഇതിലെ താഴോട്ട് പോലെ വേറൊരു പാർക്കിംഗ് കൂടെ ഉണ്ട് നമുക്ക് അല്ലേ? അവിടെ വേറെ പൈസ കൊടുക്കണം. ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടെ ഇട്ടിട്ട് കുറച്ചങ്ങ് നടന്നാൽ മതി, അങ്ങോട്ട് ചെല്ലാം. അങ്ങനെ പോയാലും അവിടെ ചെന്നാൽ ശാലം നടന്നാൽ മതി. കുറച്ച് ദൂരം ഉള്ളു എന്നാലും. പിന്നെ ഇവിടെ കണ്ടോ നല്ല സൗകര്യം, എന്തേലും ഏരിയ ഉണ്ട്. അതെ, നല്ല ഇഷ്ടം പോലെ ഏരിയ ഉണ്ട്. പിന്നെ ഇതവിടെ റൂമും കിട്ടും. റൂമിന് എത്ര രൂപയെന്ന് പറഞ്ഞേ? റൂമിന് നോൺ AC 1200 രൂപ, ഡബിൾ റൂമിന്. AC-ക്ക് 2000 രൂപ പ്ലസ് GST. ഇനി ഒരു ദിവസം നമുക്ക് വന്ന് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യണം. എല്ലാവരും ആയിട്ട് വരാം നമുക്ക്. അതെ, ഇവിടെ വന്ന് സ്റ്റേ ഒക്കെ ചെയ്ത് ഇവിടെ പോയി കുളിയൊക്കെ നടത്തി കുളിക്കാനൊക്കെ പോകാതെ. ഇവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഉച്ചക്കത്തെ ചോറും കൂടെ ഉണ്ടിട്ട് പോവാം. അവരങ്ങോട്ട് പോയിട്ടുണ്ട്. അവർ ചെന്നേ ഊണൊക്കെ തുടങ്ങി കാണും. ഇപ്പം ഉണ്ട്, കഴിയാറായി കാണും. അതിന് മുമ്പ് നമുക്ക് എല്ലാം ഇവർ കഴിച്ച് തീരാറായി കേട്ടോ. അപ്പോൾ നമ്മുടെ ടോക്കണും കൂടെ എടുത്തേക്കാം. ഞാൻ മേടിച്ചുകൊണ്ട് വരാം. പ്ലേറ്റിനകത്ത് വാഴയിലൊക്കെ വെച്ചിട്ടുണ്ട്. തോരനും രസവും മോരും സാമ്പാറും പരിപ്പ് കറിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചപ്പാത്തി ഉണ്ട്, അച്ചാറുണ്ട്, വളയൊക്കെ ഉണ്ട് കേട്ടോ. വളയം മോതിരം വേണ്ടവർക്ക് മോതിരമൊക്കെ ഉണ്ട്. നല്ല സാപ്പാടല്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന്. മറ്റേ ആറ്റിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന് വറുത്ത നല്ല മീൻ ഫ്രൈയാ. ഊണൊക്കെ കഴിഞ്ഞു, നല്ല ഊണൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഹൊക്കനക്കലിലേക്ക് ഇറക്കമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സൂര്യ മാഡത്തിൻ്റെ വണ്ടി എടുത്തോട്ട് പോകാം. അപ്പോൾ അവരെല്ലാം വണ്ടിക്കകത്ത് കയറിയിരിക്കുക. വേഗം നിങ്ങളെ എങ്ങനെ ഉണ്ടായിരുന്നു ഹൊക്കനക്കലിലൊക്കെ? സൂപ്പറായിരുന്നു അല്ലേ? നീ ഒന്നുകൂടെ വരണ്ടേ? നമുക്ക് ചേട്ടാച്ചനെ കൊണ്ട് കാണിക്കണ്ടേ? കുഞ്ഞിക്കളി ഇന്ന് പോകണ്ട, ഇവിടെ നിൽക്കാന്നാ പറയുന്നത്. ആണോ? കുഞ്ഞിക്കളിക്ക് വീട്ടിൽ പോകണമെന്നൊന്നുമില്ല. വെള്ളത്തിലല്ലേ? അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കുളിക്കാം. അടുത്ത പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ടേ ഇറങ്ങും. ആ വഴിയില്ലേ? ക്രോക്കഡൈൽ പാർക്ക് അതെ, 1 കിലോമീറ്റർ പോണോ? എന്നാ പോയി നോക്കാം അല്ലേ? 1 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് പോയി നോക്കാം. നോക്കാം ക്രോക്കഡൈലൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ.
ഇവിടെ ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പം മുതിർന്നവർക്ക് 20 രൂപ, പിള്ളേർക്ക് ടിക്കറ്റൊന്നും എടുക്കണ്ട. കണ്ട് ഇതിന് ജീവനുണ്ടെന്ന് തോന്നുമല്ലേ? അതെ, ചാപ്പാടൊക്കെ കഴിഞ്ഞിട്ട് മയങ്ങുക. ഒരെണ്ണാണെ വാ തുറന്നാ കിടക്കുന്നത്. ഇത് നമ്മുടെ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടായ പ്രതിമ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ തോന്നത്തുള്ളൂ. അതുകൊണ്ട് ഒരു അനക്കം പോലും ഇല്ല. കണ്ണു പോലും കണ്ടോ അല്ലേ? അനങ്ങുന്നില്ല. ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളല്ലോ. അതിനെ പറ്റി അപകടകാരിയാണോ? അതറിയാൻ പറ്റുമല്ലേ? നല്ല ഉറക്കം എന്നാണല്ലോ എല്ലാവരും. ഇവർ രണ്ടും കുഞ്ഞുങ്ങളല്ലേ? എല്ലാവരും ഉറങ്ങുവാണല്ലോ. ഇത് ഇവിടെ കണ്ടോ 4 പേരുണ്ട്. എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുക. അതെ, ആ വാലൊക്കെ കണ്ടോ അല്ലേ? എങ്ങനെയുണ്ട് കുഞ്ഞുകിളി? സൂപ്പറാ. ഉറക്കമരുന്ന് കൊടുത്തതായിരിക്കും. ഉറക്കമരുന്ന് കൊടുത്തൊന്നുമല്ല, ഉറങ്ങി കിടക്കുക തന്നെ. ഉച്ചക്കേ ചാപ്പാടൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇതിനെല്ലാം ഓരോ റൂം പോലെ അല്ലേ എന്നിട്ട് അതിനകത്ത് ആക്കിയേക്കുക. അതിനകത്ത് ഒരു കുളം പോലെയുണ്ട്. ഈ കുളത്തിനകത്ത് ഇതേ ഒരെണ്ണം കിടപ്പുണ്ട്. അതിടയ്ക്ക് ചെറുതായിട്ടൊന്ന് അനങ്ങിയായിരുന്നു. ആ, ഇവിടെ ഇതിനകത്ത് 8 എണ്ണം ഉണ്ട്. വേറെ കരയ്ക്കൂടെ കിടപ്പുണ്ട് ചുറ്റിനും. ഇത് ഈടെങ്ങാണ്ട് ഉണ്ടായതാന്ന് തോന്നുന്നു കേട്ടോ. അതിനാ വെള്ളത്തിലും ഉണ്ട് ഒരു കുഞ്ഞ്. കരയ്ക്ക് ഓർമ്മ ഒരുപ്പുണ്ട്. വെള്ളത്തിൽ കിടക്കുന്നതേ ആ കരയ്ക്ക് ഇരിക്കുന്നതിലും കുഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ. മുങ്ങിപ്പോയത്. ഈ കിടക്കുന്നതാന്ന് തോന്നുന്നു ഏറ്റവും വലുത് കേട്ടോ. ഇപ്പം കണ്ടതിൽ വെച്ച് ഏറ്റവും വലുത് ഇതാന്ന് തോന്നുന്നു. ആ, ചുറ്റിനും ഇങ്ങനെ മതിൽ കെട്ടിയിട്ട് ഗ്രില്ല് വിട്ടേക്കുക. ആ, അതെ, നടന്നു പോന്നു. പിന്നെ വലുതല്ലേ? ആ, അതെ. ഇപ്പോഴാ ഒരാളെ ഒന്ന് നമുക്ക് അനങ്ങി കിട്ടിയത്. കണ്ണൊക്കെ തുറന്ന് അതെ. തല അങ്ങനെ എത്ര നേരം പൊക്കി പിടിച്ചു വെച്ച് കിടക്കൂലേ? ആ, തല ഒന്നും കഴിക്കല്ലേ അല്ലേ? വേന എടുക്കുമല്ലേ കുറെ നേരം പൊക്കി പിടിക്കുമ്പോ? അത് അപ്പുറം വാ തുറന്നാണല്ലോ കിടക്കുന്നത്. കണ്ടത് അങ്ങ് കിടക്കുന്ന ഒരുത്തനത് അവിടുന്ന് ഏറ്റവും പതുക്കെ ഇങ്ങോട്ട് വരാനുള്ളതിന് മടിയാന്ന് തോന്നുന്നല്ലേ? മടിയന്മാരാന്ന് തോന്നുന്നു കണ്ടിട്ടല്ലേ? ശകലം പതുക്കെ കയറ്റി ശകലം നടന്നിട്ട് അവിടെ തന്നെ കിടക്കുക. അല്ലേ, ഇരയും കിട്ടണം. ചില മടിയൊക്കെ മാറുമായിരിക്കും. ശരിക്കും ഒരു പ്രതിമ പോലെ തന്നെ അല്ലേ? അതെ, ഒരനക്കം ഇല്ല. അതേ ഒരെണ്ണം വരുന്നുണ്ടേ. വെള്ളത്തിലോട്ട് ചാടുവോ? ഇതെല്ലാം പല ഇനത്തിൽപ്പെട്ടാന്നാ തോന്നുന്നു കേട്ടോ. ജോയിന്റ് ഫാമിലി ആണെന്നാ തോന്നുന്നു കേട്ടോ. ജോയിന്റ് ഫാമിലി ഒന്നുമില്ല, അതൊരൊറ്റ ഫാമിലി. 4 പേരല്ലേ ഉള്ളൂ. 4 പേരല്ല, അടുത്തടുത്താണ് എല്ലാം കിടക്കുന്നത്. അപ്പുറത്തോട്ടും. എന്തൊരു സ്നേഹം നോക്കി. പല ഇനത്തിൽപ്പെട്ടേ ഒരുപാട് മുതലുകളുണ്ട് ഇതിനകത്ത് കേട്ടോ. ഒത്തിരി ഉണ്ട്. കുറച്ചങ്ങ് നടന്ന് ചുറ്റിക്കറങ്ങി എല്ലാത്തിനെയും കണ്ടിട്ട് വരാം. കുഞ്ഞതും ഉണ്ട്, വലുതും ഉണ്ട്. ഇപ്പോൾ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നു. ഇങ്ങോട്ട് നോക്കി, ഏതായാലും ഒരു മാല ഉണ്ടായിരുന്നു. നല്ല ഒന്നാന്തരം മാല. കുരങ്ങന്മാരാന്ന് തോന്നുന്നു. മുഴുവൻ പൂവ് എടുത്തുകൊണ്ട് പോയി കേട്ടോ. അപ്പം മൈക്കൊക്കെ ഞാൻ ലൂക്കോയെ ഏൽപ്പിക്കുക. അപ്പം ഇനിയിപ്പം സൂര്യയും രാജേഷും ഫാമിലിയാണ് ഇതേ കേട്ടോ. ഞാൻ കുറേ എൻഡോറുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളൊക്കെ ഓക്കെ, ബൈ. ബൈ.